ജയിലർ രജനീകാന്തിന്റെ ജയിലർ അല്ല, ഇത് അതുക്കും മുകളിൽ നിൽക്കുന്ന നമ്മുടെ ധ്യാനണ്ണന്റെ ജയിലർ. സോ ഈ സിനിമ ശരിക്ക് രജനീകാന്തിന്റെ പടത്തിന് ക്ലാഷ് വെച്ചതാണെങ്കിലും തിയേറ്റർ കിട്ടാത്തതുകൊണ്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഇറങ്ങിയത്. അന്നങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രജനീന്റെ കട്ടയും പടവും ധ്യാനണ്ണം പൊളിച്ചേനെ. ആജാതി കിടിലം പടമാണ്. സോ നിങ്ങൾക്ക് ഒരു സ്പൂഫ് പടം അല്ലെങ്കിൽ ഒരു മലങ്കൾട്ട് പടം കാണേണ്ട ഒരു മൈൻഡ് സെറ്റിൽ കണ്ടു വെച്ച് ചിരിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ സിനിമ തിയേറ്ററിൽ കാണിക്കേണ്ട പടമല്ല, 2 ഡബിൾ മുണ്ട് റോഡിൽ നീട്ടി വിരിച്ചിട്ട് അവിടെ കാണിക്കേണ്ട പടമാണ്. നാടകം എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നാടകം ചിലപ്പോൾ പോയി ആത്മഹത്യ, അത്ര കിടിലം മൂവിയാണ്. സോ ഈ സിനിമ മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് OTT-ക്കാർ സിനിമ കണ്ട് അത്രയും ഇഷ്ടമാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ പറഞ്ഞിട്ട് മനോരമ മാക്സിന്റെ കണ്ണൊക്കെ എന്താ മൂട്ടിലാണോ എന്ന് ചോദിക്കാനുള്ളൂ. ഇജാതി പടമൊക്കെ എടുത്തിരിക്കുന്നത്, ഇതിലും നല്ല പടങ്ങൾ OTT കിട്ടാതിരിക്കുന്നുണ്ട്. സോ അൽഖ്വയ്ദയിൽ പോലും ഇല്ലാത്ത അതിക്രൂരന്മാരായ 5 കൊലപാതകളെ നന്നാക്കുന്ന ടാസ്ക് ഏറ്റെടുത്ത ജയിലറിന്റെ കഥ പറയുന്ന സിനിമയാണ്. 1957 ഈ സിനിമ കാണിക്കുന്നത്. സോ ആ സമയത്ത് സിംഗം സൂര്യയുടെ മീശ വെച്ചിട്ട് നമ്മുടെ മനോജ് കെ ജയൻ വരുന്നുണ്ട്. ഈ അൽഖ്വയ്ദയെ പോലും ഇല്ലാത്ത 5 കുറ്റവാളികൾ ആരാണെന്ന് നോക്കണം. അതിക്രൂരന്മാരാണ്, കണ്ടാത്തിന് പേടിച്ച് മൂത്രമൊഴിക്കും. ഒന്ന് ബിനു അടിമാലി, കണ്ട അപ്പ നമ്മൾ ചിരിക്കും അവിടെ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ശ്രീജിത്ത് രവി, പിന്നെ മറിമായത്തിലുള്ള ഒരു ചേട്ടനൊക്കെയാണ് ഈ സിനിമയിൽ ഉള്ളത്. ഇവരെ എന്ത് ചെയ്യുമ്പോൾ വെച്ചാൽ ഒരു ബംഗ്ലാവ് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ കൊണ്ടേ താമസിപ്പിക്കും, എന്നിട്ട് കൃഷി പഠിപ്പിച്ചിട്ട് നന്നാക്കും. ഇതാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ടാസ്ക് ഈ സിനിമയില്. ഇവര് അവിടെ പോവും, ധ്യാൻ ശ്രീനിവാസൻ ദോശ ഉണ്ടാക്കി കൊടുക്കും, സാമ്പാർ ഉണ്ടാക്കി കൊടുക്കും, ഇവര് ഷേവ് ചെയ്യും, കഴിഞ്ഞു. വീണ്ടും ഇത് റിപ്പീറ്റ് തന്നെയാണ് ഈ സിനിമയിൽ നടക്കുന്നത്. ഡെയിലി കുത്തിയ സ്ഥലത്ത് തന്നെ പോയിട്ട് 4 കുഴി കുത്തണ കാണാം, കൃഷിയൊന്നും കാണിക്കുന്നില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കുറെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. ഈ സിനിമയുടെ ക്ലൈമാക്സ് വേറെ ലെവലാണ്. ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്, അതിന്റെ ചുറ്റും ഇരുന്നിട്ട് എല്ലാരും കൂടി പാട്ട് പാടാണ്, ഉടയോനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എവന്റെ തലയിൽ അതൊക്കെ വരുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ദിവ്യ പിള്ളയുണ്ട്, ഒരു നാടോടി ക്യാരക്ടറാണ് ഈ സിനിമയിൽ. എപ്പോ പാട്ട് പാടണം അപ്പൊ ഈ കൊച്ചു വന്നിട്ട് പാട്ട് പാടും. 2 മണിക്കൂറിന്റെ പടത്തിൽ 1/2 മണിക്കൂർ ദിവ്യ പിള്ളയുടെ പാട്ടാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനും ഇങ്ങനത്തെ ഒരു സിനിമ. അത് ഏതെങ്കിലും ഒരു മൊമെന്റ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല, ഒരൊറ്റ സാധനം ഇൻട്രസ്റ്റിംഗ് ആയി തോന്നില്ല. ആൻഡ് ലോജിക് പറയുന്ന സാധനം നോക്കാൻ പോലും പാടില്ല. ധ്യാൻ ശ്രീനിവാസൻ വേഴ്സസ് ഒരു ബുള്ള് ഫൈറ്റ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുനോക്കാം, മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. കുറെ എണ്ണ എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, നിനക്ക് സിനിമ എടുക്കാൻ അറിയോ, ധ്യാനിന്റെ അത്ര അഭിനയിക്കാൻ അറിയോ എന്നൊക്കെ. ഈ പറയുന്ന ആൾക്കാരൊക്കെ വേവ്സ് വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സബ്മിറ്റ് ഒക്കെ പങ്കെടുത്തിട്ട് വന്ന ആൾക്കാരാണല്ലോ അല്ലെ, അല്ലെങ്കിൽ A to Z ഓഫ് വേൾഡ് സിനിമ എഴുതിയ ആൾക്കാരാണോ? സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു സിനിമ കാണാനുള്ള ഒരു ബോധം ഉണ്ടായാൽ മതി സിനിമയെ പറ്റി സംസാരിക്കാൻ. അല്ലാത്താണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ സിനിമ കണ്ടിട്ട് രാജമൗലിനെയും മണിരത്നത്തിനും ക്രിസ്റ്റഫർ നോളനെയൊന്നും കാണിച്ചു കൊടുക്കുന്നില്ല? ചെരിപ്പൂരി അടിക്കുക അവര്, ഇതാണ് ആ സിനിമ ചോദിച്ചിട്ട്. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. എനിക്ക് ഒട്ടും വർക്ക് ആവാത്ത ഒരു സിനിമയാണ്. ഇങ്ങനെ തന്നെ വേറൊരു പടവും അവൈലബിൾ ആണ്, എന്താണ് കുടുംബസ്ത്രീയും കുഞ്ഞാടും. സോ അത് സൺ NXT അവൈലബിൾ. കമ്പയറിംഗ് ടു ദിസ് ദാറ്റ് മൂവി ഈസ് ഫാർ ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്ക് രണ്ടും വർക്ക് ആയിട്ടില്ല. ധ്യാൻ ശ്രീനിവാസന്റെ ഡിറ്റക്റ്റീവ് ഉജ്വലൻ തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്നുണ്ട് മെയ് മാസത്തിൽ. സോ അതെന്തായാലും ഞാൻ തിയേറ്ററിൽ പോയി കാണും. അതും കുളമാണെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ധ്യാന്റെ ഒരു OTT പടം പോലും ഞാൻ കാണില്ല. ഈ സിനിമ കാണുക പറയുമ്പോൾ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. പലരും ഈ ആങ്സൈറ്റി സ്ട്രെസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ കാണുന്നത്. ഇങ്ങനത്തെ ഓരോ അപരാധം പിടിച്ച പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് വരികയാണ് ഇങ്ങോട്ട്. സോ ട്രൈ ഇറ്റ് ഔട്ട്.